അപ്പൊ ഇന്നത്തെ നോമ്പിന്റെ വിശേഷങ്ങള് എന്തൊക്കെയാ? ഇന്നത്തെ നോമ്പിന്റെ വിശേഷങ്ങള് കുളിയും പരിപാടിയും നിസ്കാരം കഴിഞ്ഞില്ല. അപ്പൊ ഇന്നലെ എവിടൊക്കെ മഴ പെയ്തെന്നൊന്ന് കമന്റ് ഇടോണ്ടിട്ടാ. മഴന്റെ വീഡിയോയില് കുറെ ആൾക്കാർ കമന്റ് ഇട്ടിക്കണ്. പക്ഷെ ഇന്നലെ പെട്ടെന്ന് പെയ്ത മഴ പെട്ടെന്ന് വീഡിയോ എടുത്ത് ഇട്ടും ചെയ്ത് എല്ലാവർക്കും കാണാലോ മഴ ഈ പെരും ചൂടത്ത്. പക്ഷെ മഴ പെയ്തെന്ന് വെച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഇവിടെ എന്താണ് പുറപ്പ് ഞാൻ കാണിച്ചു തന്നില്ല. അത് നല്ല ചൂടാണ്, പൊരിവെയിലാണ്. അപ്പൊ ഞങ്ങള് മുറ്റത്ത് കെട്ടിയ താർപ്പായി മുഴുവൻ ഇന്നലത്തെ മഴയില് ഫുൾ പൊളിഞ്ഞു പോയി, തകരാറായി. എന്താ വെച്ചാല് ചൂടാണ്, ഭയങ്കര ചൂട്. ഈ ചേറ്റിയമ്പടിയൊക്കെ ഇങ്ങനെ പൊള്ളച്ചിക്കണ്. സിമെന്റ് ഒക്കെ അടിയിൽ വെയില് കൊണ്ടിട്ട് പിന്നെന്താ സിമെന്റ് വിട്ടിട്ട് അതിനല്ലേ ഇങ്ങനെ മേടുമ്പോ പതോന്ന് പറയണേ. അതിന് പൊള്ളൊക്കെ തലാശിന് ഇവരൊക്കെ വലിയ സ്റ്റാൻഡേർഡുള്ള ആൾക്കാരാണ്, എന്നിട്ട് മുണ്ടോട്ടില്ല. അപ്പൊ എന്താണ് ഇനിയിപ്പോ അടുക്കളയിലേക്ക് ഇറങ്ങാനായി. ഇന്ന് പെട്ടിറച്ചിയാണ് കേട്ടോ ഞങ്ങക്ക് കൊടുന്നിട്ടുള്ളത്. പെട്ടിറച്ചി ബോട്ടില്ലേ പെട്ടിറച്ചിയാണ്. പെട്ടിറച്ചിയും പത്തിരി ആണെങ്കിൽ പത്തിരി ഉണ്ടാക്കുക, ദോശയാണെങ്കിൽ ദോശ ഉണ്ടാക്കുക. പിന്നെ പെട്ടിറച്ചി പത്തിരി പൊന്നു വാ ദോശ ഇനി പറ്റൂല, ആ ദോശ ഒഴിവാക്കിക്കണേ പൊന്നു. അപ്പൊ പിന്നെ പത്തിരി തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പൊ ഞാനൊരു സംഭവം പറഞ്ഞുതരട്ടാ. പെട്ടിറച്ചി ഉണ്ടാക്കണത്, പെട്ടിറച്ചി മുറിച്ചണ ഒരു ടിപ്സ് പറഞ്ഞുതരാം. പെട്ടിറച്ചി മുറിക്കാനും വേണ്ടിയിട്ട് ഞാന് എന്റെ ഇളച്ചി വെച്ച് എന്താ പിന്നെ കൂട്ടാൻ കുഞ്ഞോള്. അപ്പൊ ഞാൻ പറഞ്ഞു എടി പെട്ടിറച്ചിയാണ് അങ്ങനെ പിന്നെ ഇപ്പൊ മുറിക്കുന്നതാവോ ആർക്ക്. ആ അപ്പൊ എന്താണ് ചെരവല്ലേ നമ്മള് റേക്കുമ്പോ പിടിപ്പിക്കുന്ന ചെരവ. അപ്പൊ ഞാന് മറ്റേ ഒരു ചെരവുണ്ടല്ലോ ഇങ്ങനെ തറമ്മ ഇങ്ങനെ വെച്ചിട്ടുള്ള ആ ചെരവ കൊടുത്തതിന് ശേഷം ഈ റേക്കുമ്പോ പിടിപ്പിക്കുന്ന സ്കൂറിട്ട് മുറിക്കണം അത് ഞാൻ ഒഴിവാക്കിയത്. അയിമുണ്ടല്ലോ ഒരു തിരിക്കണ സ്ഥലം, അയിമ കത്തിച്ചിട്ട് ഞാൻ ഇറച്ചിയൊക്കെ മുറിച്ചിരുന്നത്. ഇപ്പൊ അത് ഒഴിവാക്കിയതിന് ശേഷം എനിക്ക് ഇറച്ചി മുറിക്കാനൊന്നും പറ്റണേ, ഭയങ്കര ഇടങ്ങേർക്ക്. കട്ടിംഗ് ബോർഡും വെച്ച് അരി വെച്ചാൽ ഭയങ്കര ഇടങ്ങാറ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ എന്താ ചെയ്യാ, കത്തിയാണെങ്കിൽ മൂർച്ചയില്ല, പെട്ടിറച്ചി മുറിക്കാണ്ട് ഭയങ്കര ഇതാണ് ബുദ്ധിമുട്ടാണ് പറഞ്ഞപ്പോ ഓടറിനെ. അതാണെച്ചെങ്കിൽ ഇങ്ങനെ വൈക്കിക്കാണ്ടല്ല, അപ്പൊ നമുക്ക് കട്ടിംഗ് ബോർഡും വെച്ച് അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അവളറിഞ്ഞേ ഇജത് ഒന്നായിട്ടാണ് വേവിച്ചാളാം എന്നിട്ടാണ് മുറിച്ചുകൂടിയത്. അത് ശരിയാണല്ലേ, അപ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് കേട്ടോ. അവള് കൂന്തള് അങ്ങനെയൊക്കെ ആദ്യം വേവിച്ചുകൊണ്ടാണല്ലോ മുറിക്കോള്. പിന്നെ പെട്ടിറച്ചി അല്ലാതെ അവിടെ കൊണ്ടുപോകില്ല, അവർക്കും ആർക്കും പറ്റൂല. ഇവിടെയാണ് പിന്നെ ഫുൾ പെട്ടിറച്ചിന്റെ ആൾക്കാർ. അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോ ഭയങ്കര സിമ്പിള്. ഞാൻ കാണിച്ചു തരാം മുറിക്കണത് കേട്ടാ. അപ്പൊ ആ പെട്ടിറച്ചി മുറിച്ചത് വേവിക്കാണ്ട് കടി ഉണ്ടാക്കാണ്ട് പിന്നെ എന്തെങ്കിലും പൊരിക്കടിയൊക്കെ ഉണ്ടാക്കണമെന്ന് മനസ്സിലുണ്ട്. ഉണ്ടാക്കണ പൊരിക്കടി അപ്പൊ ഒന്ന് മോമോസ് ഉണ്ടാക്കണമെന്ന് പറയുന്നത്. മോമോസ് ഒന്നും ഉണ്ടാക്കാൻ എന്താവും പറയാൻ പറ്റും. അപ്പൊ ഞാൻ കുറച്ച് മുറിച്ച് വെച്ചിക്കണം. അപ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചത്. ഇതൊന്നും ആദ്യം വേവിച്ച കഷ്ണങ്ങളാട്ടോ, നല്ല സുഖമാണ് വേവിച്ചാൽ. ഇത് ക്ലീൻ ചെയ്യാനും സുഖമാണ്. ഇതുണ്ടോ വേവിക്കല്ല, ഒന്നിന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്ത് ഇതിനുമ്പത്തെ തൊലിയൊക്കെ നമുക്ക് എളുപ്പം ചീന്തി കളയാനൊക്കെ നല്ല സുഖാട്ടാ. ഞാൻ കട്ട് ചെയ്യണേ കാണിച്ചു തരാം. തിളപ്പിച്ച ആയതുകൊണ്ട് തിളപ്പിക്കലെന്ന് ഒന്നും നല്ല കണ്ട് വെന്ത രീതിയിലൊക്കെ എന്ത് പെട്ടെന്ന് എന്താ വെച്ചാൽ കയ്യിൽ നിന്ന് വൈക്കി പോകില്ലട്ടാ. അപ്പോൾ എൻ്റെ ഇളച്ചിയാണ് എനിക്കിത്, എൻ്റെ കുഞ്ഞുമോളാണ് എനിക്കിത് ഈ വീഡിയോ പറഞ്ഞു തന്നത്. വീഡിയോ അല്ല ഈ ഐഡിയ പറഞ്ഞു തന്നത്. ഇനി മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ. അതെന്താ നമുക്ക് പച്ചക്കറി കട്ട് ചെയ്യണേ അതേപോലെ കട്ട് ചെയ്യാം, കൈമന്ന് പോവില്ല. സുഖമുണ്ട്, നല്ല ബെസ്റ്റ് ഐഡിയ. കുഞ്ഞുമോൾ എങ്ങനെയല്ലേ ഈ വീഡിയോ കാണും. കുഞ്ഞുമോളെ ഒരുപാട് നന്ദിയുണ്ട് ടിപ്പ് പറഞ്ഞു തന്നിട്ടില്ലേ. അങ്ങനത്തെ ഒരു ടിപ്പ് പറഞ്ഞു തന്നുകൊണ്ട്. ഇതാണ് മോനിന് കണ്ടിട്ട് എന്തൊക്കെയാ പോലെ. ഇത് തിന്നാനോ അല്ലോ എനിക്കൊരു കഷ്ണം, എനിക്ക് 2 കഷ്ണമുള്ളൂ, മോനിക്ക് 3 കഷ്ണം കൊടുക്കണേ. മണമൊക്കെ ഉണ്ടാവും. പെട്ടിറച്ചി അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ഇനി മുതൽ ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പം നിങ്ങളിങ്ങനെ ചെയ്തോളൂ. എന്താ വെച്ചാൽ ആദ്യം പെട്ടിറച്ചി ഫുൾ ക്ലീൻ ചെയ്യുക. അതിൻ്റെ കച്ചറൊക്കെ ഒഴിവാക്കി തൊലി ചീന്തി ഉണ്ടാക്കണോലോടെ പറയണ്ട, ഫുൾ ചീന്തി ഒഴിവാക്കിയിട്ട് നല്ല കേക്ക് വൃത്തിയാക്കിയതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഒന്ന് തിളപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ തിളപ്പിക്കുമല്ലോ, ആദ്യം തിളപ്പിച്ച് കളിയിലോ നെയ്യൊക്കെ ഒഴിവാക്കാനും വേണ്ടി. അപ്പോൾ ആ തിളപ്പിക്കൽ എന്ത് ചെയ്യുക, മുറിക്കാതെ തിളപ്പിക്കുക.
അപ്പം നമുക്കിത് അതേപോലെ കേക്ക് കട്ട് ചെയ്യണേക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം എൻ്റെ കുമ്പളങ്ങൊക്കെ അരിഞ്ഞെടുക്കണേക്ക് നല്ല സുഖമാണ് പച്ചക്കറി അരിയണം വായിക്കാം അപ്പം എല്ലാവരും നിർബന്ധമായിട്ട് ഇനി മുതൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിട്ടാണ് ഞാൻ ഇനി മുതൽ ഇങ്ങനെ ചെയ്യുള്ളൂ എൻ്റെ കുഞ്ഞോള് പറഞ്ഞത് മദീന ഹൈപ്പർ മാർക്കറ്റിൽ കൊണ്ടുണ്ട് മാള് ചട്ടി വാങ്ങാൻ പോകണ്ടിട്ടാണ്. മേലുണ്ടാലേ നല്ല വലിപ്പമുണ്ടോ ഇതിൽ ചെറുതുണ്ടോ ചെറുതോ ഇത് വലിപ്പം കൂടുതലാ. എത്ര അപ്പൊ നമ്മള് പെട്ടിറച്ചി ഉണ്ടാക്കാൻ പോവാ. പെട്ടിറച്ചി ഉണ്ടാക്കണേ ഞാൻ കണ്ടേ. അതല്ല ഇപ്പത്തേക്ക് മുളകുപൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മസാല ഇട്ടില്ല, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, അതോ ഇഞ്ചി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു, മസാലകളൊക്കെ ഇട്ട്. കുറച്ച് ഉപ്പ്. ഇങ്ങനത്തെ ഭരണിയുടെ അവിടെ കുറുകത്താണൊക്കെ ഒരു ഹിന്ദിക്കാരിയൊക്കെ വിൽക്കാൻ നടക്കണേ. വില വെച്ചിരുന്നോ? വാങ്ങില്ലേ? വാങ്ങാനല്ലേ, വെറുതെ വില വെച്ചാൽ മതി. ശരിയാ. ഞാൻ ഉപ്പിടാൻ വേണ്ടി വാങ്ങിയ ഭരണി കേട്ടാ. ഈ ബാവ കൊറേ അത് വാങ്ങണം അത് വാങ്ങണം, നമ്മൾ ഓരോ ആഗ്രഹങ്ങളില്ലേ അത് വാങ്ങി തീർക്കണം അല്ലേ. ഇനി ഒരു സാധനം കൂടി വാങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരട്ടാ, അത് എൻ്റെ ആഗ്രഹമായിരുന്നു. അത് വാങ്ങിയപ്പോഴും ചോദിച്ചിരുന്നു ആളോ അത് വേണോ. അത് സംഭവം എന്നറിയാം, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് നാസാക്കണ ബാവക്ക് പറ്റൂല. അപ്പൊ അതാണ് സംഭവം. അല്ല ഒന്നല്ല, വെറുതെ എൻ്റെ കയ്യിൽ പൈസ നാസാക്കണ മാളോ അതവിടെ വെച്ചാളും മാളോ എന്നറിച്ചില്ലേ. അതെ, ഞാൻ പറഞ്ഞെന്ന് വെച്ചാലേ ഒന്നൊരു സംഭവം വീട്ടിൽ ആവശ്യമുള്ള ഇതിനനുസരിച്ച് നമ്മുടെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഒത്തിരി കണ്ടീഷൻ അനുസരിച്ച് അത് വേണമെന്നാ ചോദിക്കുന്നത്. വേണോ കണ്ടീഷൻ ഇതാ, അത് വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും കണ്ടീഷൻ എല്ലാം ശരിയായിട്ട് ഒന്നും വാങ്ങാൻ കഴിയൂല അല്ലേ. ഈ കണ്ടീഷൻ കൂടി വാങ്ങാം. നമ്മളെ കണ്ടീഷൻ കടായാലും കല്യാണം അതിൽ കൂടി ജീവിക്കാം. കടം വയ്യാലും മാറിക്കോളും, അത് മാറാൻ നമ്മള് ദ്വാരക്കുക. അപ്പൊ നിങ്ങൾ കേട്ടില്ലേ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞത്? അപ്പൊ എല്ലാവർക്കും കൂട്ടി മെസ്സേജ് ആട്ടാ, അപ്പൊ ഒക്കെ പോലും വാങ്ങിക്കോളും. അങ്ങനെ ഞാൻ വാങ്ങുന്നല്ലേ, അമ്മടുത്ത് പൈസ ഉണ്ടെങ്കിൽ നമ്മള് വാങ്ങണം. നമ്മള് പൈസ ഉണ്ടാക്കണോ അതിനല്ലേ. തീർച്ചയായിട്ടും എല്ലാവരുടെ പൈസ പണിയെടുക്കണ്ട. അപ്പൊ പിന്നെ അധികം കിട്ടാനുള്ള കുറച്ച് ചെറിയ ഉള്ളി കേട്ടാ, അത് തോൽച്ചണേ കുറച്ച് പണിയുണ്ട്. അതെ, ചെറിയ ഉള്ളി മിക്സിയിലിട്ട് ചതച്ചിട്ട് ഒരു 8-10 എടുത്തുകൊണ്ട് ചതച്ചാണ് ഇട്ട് കൊടുത്ത്. എന്നിട്ട് ഞാൻ കേട്ടാ അറിയോ, നിങ്ങള് പറഞ്ഞേ ചേരുള്ളിട്ടാന്ന്. ചേരുള്ളിയാ? അപ്പൊ ലേശം ഉലുവ. ഇതിൽ എത്ര സ്പൂൺ ഉണ്ടെങ്കിലും ഈ കൈ കൊണ്ട് എടുക്കാൻ ഞാൻ ഒരു പൊറുതിയാണ്. എന്നാലും അതിന്റെ കണക്ക് കിട്ടുള്ളൂ അല്ലേ. എന്നിട്ട് നല്ലത് കുഴക്കുക, എന്നിട്ടാണ് തീ വെക്കുക. എത്ര വിസിൽ പോണ്ടി വരും ഇനി? കാരണം ആദ്യം ഒന്ന് വേവിച്ചെടുത്തല്ലേ. വേവോളം വിസിലടിച്ചു. അതെ, വേവോളം വിസിലടിക്കാൻ അതിനറിയാം. 8 കടിച്ചിട്ടില്ല, നല്ല വേവ്. അത് മതി, 8 മതി. അപ്പൊ 8 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടിയിറച്ചി റെഡി അല്ലേ. പിന്നെ തൂമിക്ക ഉണ്ടാവൂലേ, അങ്ങനെ എന്തെണ്ടാ? തൂമിക്കണ്ട്. പിന്നെ വേറെ വെള്ളം കുറവുണ്ടല്ലേ, ഗ്ലാസ് വെള്ളം. ഇത് വേവുമ്പോ ഒന്നും കൂടി മന്തിരാളല്ലേ. അതെ, വേറെ പണി കൂടി ശാസ്ത്രി. ഇവിടെ ശാസ്ത്രം വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താ? ഇതിന് പുറത്തൊക്കെ തള്ളൂല. അപ്പൊ അങ്ങനെ ഒരു ശാസ്ത്രം വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ ഹോൾസിന്റെ ഉള്ളിൽ കൂടി ഇതിന്റെ വെള്ളം ചെയ്യാത്തോലുണ്ടെങ്കിൽ ആൾക്കാർ ചെയ്യണം, ചെയ്യാത്തോൽക്ക് വേണ്ടിട്ട് പറഞ്ഞാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ശാസ്ത്രം വെച്ചാല് പുറത്തേക്ക് തള്ളിയില്ല. ആ വെള്ളം ഒന്നായിട്ട് പുറത്തേക്ക് വന്നു കാണാൻ അടുക്കുമ്പോഴും അവിടെ ഇവിടെ ഒക്കെ ഒന്നായിട്ട് ഒലിക്കൂലെന്നാ പറഞ്ഞത് അല്ലേ. അപ്പൊ നല്ലൊരു മെസ്സേജ് തന്നെയാണ്. ഗ്യാസ് കഴിയാനേക്കല്ലേ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോ ഇന്നത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നെയ്സ്പത്രിയാണ്. നെയ്സ്പത്രി ഏകദേശം ചുട്ട് തീർന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ വേണ്ട. എന്റെ ക്ലാസ് ഞാൻ കുടിച്ച് ഞങ്ങളിന്ന് ഇത്തിരി നേരം വെക്കി അടുക്കളയിൽ നിന്ന് നോമ്പറന്ന്. നാളെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണ്ടാവും. അപ്പൊ അതിന്റെ നേരം വെക്കി ഇതാ സംഭവിച്ചത് എന്താ വെച്ചാല്, ഇത് എടുക്കണിന്റെ അടിയിൽ നിന്ന് ഇരുന്ന് പാളിപ്പോയി. കൊട്ടിയപ്പോ എന്താ ചെയ്തേ, കഞ്ചെടുത്താണേ കൊട്ടിയപ്പോ സൈഡിൽ നിന്ന് പോകുന്നത്. എന്തായാലും കുഴപ്പമില്ല, അത് സാറില്ല, നമ്മളങ്ങനെ കഴിക്കാനുള്ളതല്ലേ. മനസ്സിക്ക് അസ്വസ്ഥതയാണ്, അത് സാറില്ല. അല്ല ഉന്നോ. അപ്പോ ഇറച്ചിപ്പത്തിരല്ലേ പേര്?
ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജ്യൂസ് ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സപ്പോട്ടമ്മന്ന് എടുത്തിട്ട് നമ്മള് അയിമന്ന് എടുത്തിട്ട് ജ്യൂസ് അടിച്ചതാണ്. അസ്ലി തന്നെ ഒറിജിനൽ സാധനം, കൃത്യമല്ലാത്ത നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായത്. അറബി. പിന്നെ ഇത് മലയാളികളായിട്ട് കേൾക്കാള് അറബികളൊക്കെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇത് കഴിച്ചിട്ട് എന്നതുപോലെ നിസ്കരിക്കുക. എനിക്ക് അംസാൻ കയറ്റാൻ പോകേണ്ടല്ലോട്. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നിസ്കാരം കാര്യം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കും. നൈസ് പത്തിരി പെട്ടിയിറച്ചിയാണ് ഇന്നത്തെ സ്പെഷ്യലി. ഇന്ന് അടിപൊളി പെട്ടിയിറച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം അല്ലേ. അതിന് ഉണ്ടാക്കലൊക്കെ എന്തെങ്കിലും ഉൾപ്പെടുത്തിയില്ലേ ജി? കുറച്ച് പല്ലിയാക്കാനാ? എന്നാ പല്ലിച്ചു പോവാം. സപ്പോട്ട കറുണ്ടായിട്ട് നാടൻ സപ്പോട്ട ആകുമ്പോ നല്ല കറയാണ്. ഇത് ചക്കന്റെ വിളഞ്ഞ പോലെ. അപ്പൊ നിങ്ങള് നോമ്പറക്കട്ടെ കേട്ടാ. നല്ല അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാ ഇത് കട്ട് ചെയ്യുന്നുണ്ട്. സൂപ്പറാ. ഒന്നും പറയാനില്ല. ഇതിന്റെ റെസിപ്പി വേണമെന്നുള്ളപോലെ കമന്റിലൂടെ അറിയിക്കുക. ഒരു വീഡിയോ ചെയ്യണ്ടേ. അതെ, ചട്ടിപ്പത്തിൽ ഒരുപാട് ആൾക്കാർ ചെയ്യണ്ടാവും. പക്ഷെ ഇതിന്റെ റെസിപ്പി ഒന്നും അറിയേണ്ട തന്നെയാണ്. നമ്മുടെ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കണേക്കാട്ടി നല്ല വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ട്. ലെയർ കണ്ടിട്ട് നിങ്ങള് കണ്ട. അപ്പോൾ ആവശ്യമുള്ളവർ ഇത് ഉണ്ടാക്കിണ്ടാവും എല്ലാവരും. ഇന്നിപ്പോ സംഭവം ഒരു പുതുമൊന്നുമല്ല, എല്ലാവരും ഉണ്ടാക്കുന്നവരാണ്. പക്ഷെ ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് ചോദിച്ചോണ്ടി കമന്റിലൂടെ തരാട്ടാ. അയാളുടെ കൂടെ ഒന്നും പറയാം. ഇനി പൊറ്റിറച്ചി പത്തിരക്ക് കൊടുക്കാത്ത ഇന്നലെ ഒരു പുറത്തും കിട്ടും. ഇതന്നെ ചൂട് പോവാനും വേണ്ടിട്ട് വെച്ചതാണ്. അതെ, എന്താ അഭിപ്രായം ചട്ടിപ്പത്തിരിയെ കുറിച്ച്? ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അതിന്റെ സ്മെല്ലും ഇങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് എന്തോ പോലെ. അപ്പൊ ഇവരല്ല നല്ല ടേസ്റ്റ് ഉണ്ട് പറയുന്നുണ്ട്. ഒന്നും പറയാനില്ല. ടേസ്റ്റ് ഉണ്ടാവും. ശരിക്കും ശിക്കാരി ശമ്പുമാതിരി ആയതാണോ? ശരിക്കും അങ്ങനെ ഉണ്ടാക്കിയതന്നെയാണോ? ആണോ? ഞാൻ അങ്ങനെ ശിക്കാരി ശമ്പു ആക്കി ഉണ്ടാക്കൂല. ആവൂല. അല്ല, ഇതിന്റെ ചോദ്യമല്ല. ഞാൻ ജസ്റ്റ് നമ്മളെ ഇത് കാണുന്ന ഇവർക്ക് ഓഡിയൻസിന് വേണ്ടി ശരിക്കും എനിക്കറിയാം അല്ലാത്തനാവും നന്നാവലുണ്ട് എന്നുള്ളത്. പക്ഷെ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് കാണുന്നവർക്ക് വേണ്ടി ചോദിച്ചതാണ്. അടിപൊളി ലെയറായിട്ട് പക്ക. ഒന്നും പറയാനില്ല. മക്കൾ തിരക്കൂടെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കാട്ടിമ്മാന്ന് അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇങ്ങനെ നേരം വെക്കി. അപ്പൊ അടുക്കളയിൽ ഉണ്ടാക്കണതിന്റെ ഇടയിൽ കൂടി വാങ്ങി കൊടുത്തു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് നോമ്പ് പറഞ്ഞ് ഇവിടെ വെച്ച് തിന്നും ചെയ്തു. അപ്പൊ ഞാൻ നേരത്തെ ഒരു സംഭവം ഉണ്ട് പറഞ്ഞില്ല, കുറച്ചു കാണിച്ചു തരാറില്ല. ഇതാണ് എന്താ അറിയോ, ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് ഏത് ചട്ടിയിലുണ്ടാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞേ നിങ്ങൾ പോലീസ് ചട്ടി പോയി വാങ്ങിക്കൊണ്ടിരാറുണ്ട്. അപ്പൊ എന്റെ കയ്യില് പൈസ ഞാൻ പൊത്തിന്റെ കീസ ഒന്നും നോക്കിയില്ല. അപ്പൊ പറഞ്ഞു എന്റെ അടുത്ത് പൈസ ഉണ്ട്. അല്ല, നമുക്ക് ആഗ്രഹങ്ങൾ നമുക്ക് വാങ്ങണ്ടേ. എനിക്ക് കുറെ കാലമായി ആഗ്രഹിക്കണാണ് ഇങ്ങനത്തെ ഒരു ചട്ടി, കേക്കോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചട്ടിയാണ്. അപ്പൊ ഏതായാലും ഞാൻ കണ്ണ് ചിമ്പിയോ. പക്ഷെ നല്ല ക്വാളിറ്റി സാധനമാണ്, നല്ല റേറ്റും ഉണ്ട് അല്ലേ? നമ്മളെ സംബന്ധിച്ചോളം നല്ല റേറ്റ് അല്ലത്. അത് സാരല്ല. അപ്പൊ ഏതായാലും ആ ചട്ടി കൊടുത്ത് ആ ചട്ടി തന്നെ ഉണ്ടാക്കി ചട്ടിപ്പത്തിരി അല്ലേ? അപ്പൊ അതുങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അല്ലെങ്കിലും ഈ സ്ത്രീകളെ നമ്മളെ ആണുങ്ങൾ എന്തെങ്കിലും വണ്ടിയോ കാര്യമൊക്കെ ഇഷ്ടപ്പെടുന്ന മാതിരി ഇവർ ഇഷ്ടപ്പെടുന്ന ഈ ചട്ടി, പാത്രം, സ്വർണ്ണം, നമ്മള് ഫുൾ എന്തെങ്കിലും ഉണ്ടാക്കണം, അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനെ മെയിനുള്ള ആൾക്കാരാകുമ്പോ ചട്ടി വേണം തീർച്ചയായിട്ടും. നിങ്ങൾക്ക് വണ്ടി ഓരോന്ന് എക്സ്ട്രാ ഫിറ്റിംഗ്സ് അവിടെ അത് കുറവുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എക്സ്ട്രാ അതേപോലെ തന്നെ ഇതും നമ്മളിങ്ങനെ വണ്ടികൾ ഇങ്ങനെ നോക്കും മാർക്കറ്റ് പ്രൈസിലൊക്കെ, പ്രത്യേകിച്ച് കുട്ടിമോനെ. അപ്പൊ കുട്ടിമോനെ നോക്കിയിട്ട് മാള് ഇങ്ങനെ ഫോൺ എടുക്കുമ്പോ കാണാം ഫോണിലിങ്ങനെ ക്രീം മെസ്സേജ് ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ യെസ് ദിസ് ഈസ് അവൈലബിൾ. ഓരോ വണ്ടി കണ്ടിട്ട് അതിനൊക്കെ യെസ് അവൈലബിൾ ആണോ ചോദിച്ചാൽ ഇവിടെ വാങ്ങൂല, വെറുതെ ഒരു ആഗ്രഹം ഇത് അവൈലബിൾ ആണോ നോക്കും. ഇവിടെ ഇനോവയ്ക്കണിക്കാരം നമുക്ക് സ്വപ്നം കാണാൻ പോലും കാണാത്ത വില എണിക്കാരം. ഓൻ ഇത് അതിന് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ഞാൻ പറയും ഇപ്പൊ അയച്ചത് ഇങ്ങനെ മെസ്സേജ് ഫോണൊക്കെ. അതേപോലെ നമ്മളെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, പൈസ കയ്യിലുണ്ടെങ്കിൽ, അങ്ങനല്ല നമ്മൾ കൊറേ അങ്ങനെ ആഗ്രഹിച്ചാണ് മെസ്സേജ് ചെയ്യുമ്പോ ചിലപ്പോ ഇങ്ങനെ പഠിച്ചോണ്ട് ശരിയാക്കി തരും. അപ്പൊ ഇനോവ വാങ്ങാനുള്ള കഴിഞ്ഞത്. അപ്പൊ ഇത് ഞാൻ എന്റെ ഒരു ആഗ്രഹം, അപ്പൊ അത് വാങ്ങി. അപ്പൊ എന്താ ചെയ്യാ, പൈസ കയ്യിലുണ്ടെങ്കിൽ പാത്തക്കരുത്. ആഗ്രഹങ്ങൾ എന്തെങ്കിലും എടുക്കണ്ടെങ്കിൽ അത് തീർക്കുക. അല്ലേ? അതാണ് തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളു. ഞങ്ങള് ഇവരെ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ എടുക്കും. ഇപ്പൊ തന്നെ ഒന്നും ചായ എടുക്കൂല, എന്താ വെച്ചാൽ അപ്പൊ തന്നെ വയറ് ഫുള്ളാണ്. അപ്പൊ എല്ലാവർക്കും
അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടിറച്ചിയും പത്തിരി കേട്ടാ. സാധാരണ എല്ലാരും പത്തിരി ഇറച്ചിയും അതുപോലെ തന്നെ ഇത് പെട്ടിറച്ചിയും നിങ്ങള് സാധനം കണ്ടിരുതാ. തറാവിയൊക്കെ കഴിഞ്ഞ് വന്ന് 10 മണി അല്ലേ? 10 മണിയായി. 10 മണി എന്നേരെ തിന്നാൻ പറ്റുള്ളൂ. അതെ, അത്രക്കും നേരത്തെ ജാമാക്കിക്കണേ. മറ്റേ ചട്ടിപ്പത്തിരിയും ഏറലും പത്തക്കയും വെള്ളവും ജ്യൂസും ഒക്കെ കൂടി ആകെ പിടുത്താൻ പറ്റില്ല. ഒന്നോ എങ്ങനെയുണ്ടേ? പൊളിയാ പൊളിയാ തള്ളിപ്പൊളിയാ? വലിയ പോക്കൊന്നും പോണില്ല. ഉറങ്ങാൻ നിൽക്കുന്ന ആളാ. ഈ സാധനം എന്താ മോനോ? അങ്ങനെ പെട്ടിറച്ചി അടിപൊളിയല്ല, നല്ല കോമ്പിനേഷൻ ആണ്. പെട്ടിറച്ചിയും പത്തിരി വെറുതെ പറയണ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പറ്റണോന്ന് പത്തിരിക്ക് പെട്ടിറച്ചി ഉണ്ടാക്കി നോക്കിട്ടാ. അതെ, പ്രത്യേകിച്ച് നോമ്പ് സമയത്താകുമ്പോ ഒരു വെറൈറ്റി ആവും, ഒരു ചേഞ്ച് ആയി കിട്ടും അല്ലേ? എന്നിട്ട് പിന്നെ ഒന്ന് ചെറിയ ഉള്ളി അരിഞ്ഞ് കുറച്ച് കറിവേപ്പില ഇട്ട് കാണാൻ തൂപ്പിച്ചാൽ മതി. ടേസ്റ്റ് ഉണ്ടാവും. അതെ, കുറച്ച് വെള്ളത്തോട് ഗ്രേവിയോർക്കട്ട് ഉണ്ടാക്കിക്കണ. ഇനിയിപ്പോ ഇത് രാത്രിക്ക് അത്താഴത്തിന് പൊരിക്കും ചെയ്യും. അത്താഴത്തിന് അപ്പൊ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ അല്ലേ? വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പൊ റംസാന്റെ വിശേഷങ്ങള് നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും വരും. അതെ, അപ്പൊ എല്ലാവർക്കും